ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക് ചിക്കൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ചീരയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, അവർ കഴിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ പാലക് ചീരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വെന്ത ശേഷം ഇത് വെള്ളത്തിൽ നിന്നൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. എരിവിന് നമ്മളിവിടെ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി നമ്മൾ കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയ ശേഷം നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്റ്റൗ ഓഫാക്കിയ ശേഷം ആറാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് മിക്സിയിലേക്ക് നമുക്ക് നമ്മുടെ സവാളയും ചീരയും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തയ്യാറായി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.